സ്ഥിരം വെടിനിർത്തലിനുള്ള അമേരിക്ക-ഇറാൻ ചർച്ചകൾ ഇസ്ലാമാബാദിൽ ഇന്നും തുടരും. നിർദ്ദേശങ്ങളിൽ ഇരുപക്ഷവും വിട്ടുവീഴ്ച ചെയ്തില്ല. ഇറാനെതിരെയുള്ള സൈനിക നടപടികൾ തുടരുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കി. ഇറാനുമായി ധാരണയിലെത്താൻ കഴിഞ്ഞില്ലെങ്കിലും അമേരിക്ക വിജയിക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. ഹോർമൂസ് കടലിടുക്ക് തുറക്കാതെ ചർച്ചയിൽ കാര്യമായ പുരോഗതിയുണ്ടാകാൻ ബുദ്ധിമുട്ടെന്നാണ് അമേരിക്കയുടെ നിലപാട്. ഇറാൻ-അമേരിക്ക 5-ാം റൗണ്ട് ചർച്ച ഇസ്ലാമാബാദിൽ പൂർത്തിയായിരിക്കുകയാണ്. ഹോർമൂസ് കടലിടുക്ക് തുറക്കാത്ത പക്ഷം ചർച്ചയിൽ അർത്ഥവത്തായ പുരോഗതി കൈവരിക്കുന്നത് ബുദ്ധിമുട്ടാണെന്ന് അമേരിക്ക സൂചന നൽകി. ഇരുപക്ഷവും നിരവധി കരട് രേഖകൾ പരസ്പരം കൈമാറി. പാകിസ്ഥാനിലേക്ക് കൂടുതൽ ഇറാനിയൻ വിമാനങ്ങൾ എത്തിയതായി റിപ്പോർട്ടുണ്ട്. ഹോർമൂസ് കടലിടുക്കിൽ സംയുക്ത പട്രോളിംഗിനുള്ള സാധ്യത മധ്യസ്ഥ രാജ്യമായ പാകിസ്ഥാൻ മുന്നോട്ടുവച്ചതായി അൽ ജസീറ പറയുന്നു. ലെബനോണിലെ ആക്രമണങ്ങൾ അവസാനിപ്പിക്കുന്ന കാര്യത്തിലും ഇറാന്റെ വിദേശ ആസ്തികളുടെ മരവിപ്പിക്കൽ പിൻവലിക്കുന്ന കാര്യത്തിലും പരിമിതമായ പുരോഗതി മാത്രമേ ചർച്ചകളിൽ ഉണ്ടായിട്ടുള്ളൂ. ഇസ്ലാമാബാദ് ചർച്ച നടക്കവേ ഹോർമൂസ് കടലിടുക്ക് കടക്കാൻ അമേരിക്കൻ പടക്കപ്പൽ ശ്രമിച്ചെന്നും തിരികെ പോയില്ലെങ്കിൽ 30 മിനിറ്റിനുള്ളിൽ ആക്രമിക്കുമെന്ന് ഇറാൻ സൈന്യം മുന്നറിയിപ്പ് നൽകിയെന്നും റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. മുന്നറിയിപ്പിനെ തുടർന്ന് അമേരിക്കൻ പടക്കപ്പൽ തിരികെ പോയതായും ഇറാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഇന്റർനാഷണൽ ഡെസ്ക്, കേരള പ്രണാമം.